അപ്പം നമ്മൾ രാവിലെ പറഞ്ഞു നിർത്തിയത് ചോറിനുള്ള വെള്ളം വെച്ചതിൻ്റെ കേട്ടോ, അതിൻ്റെ ബാക്കി വീഡിയോ ആണ്. അത് ഞാൻ ഇടാൻ ലേറ്റ് ആയത് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മുടെ വീഡിയോ ലേറ്റായി പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ചായ ഇഡ്ഡലിയും നമ്മുടെ ചട്നിയും കൂടെ കഴിച്ചതിന് ശേഷം കുറച്ച് ലേറ്റായി കഴിച്ചപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അരി വറുക്കാനൊക്കെ പോയി. അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് രാവിലെ മീൻ മാഷ് കൊണ്ടുവന്ന് തന്നത് അത് വെട്ടാൻ വേണ്ടി അമ്മയെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. അമ്മ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വെട്ടാമെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ പൂജാമുറി കയറി ഇരിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ കയറിയിരിക്കുകയാണ് കേട്ടോ ആൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അരി വറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു, 2 ദിവസം മുമ്പ് വാങ്ങിച്ചിട്ടുള്ള ചിക്കൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മാഷിന് കറി വെച്ച് കൊടുക്കണം. അപ്പോൾ മാഷിനോടാണ് കുറച്ച് നേരം നീ ഇവിടെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട്. കാരണം എനിക്ക് രാവിലെ മുതൽ ഒരു മന്ദപ്പാണ്, ഒരു തല കറങ്ങുന്നുണ്ട്, കണ്ണൊക്കെ ചൊറിയുന്നുണ്ട്, ഒരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. 2-3 ദിവസമായിട്ട് തീരെ വയ്യ കേട്ടോ. എനിക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ എല്ലായിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുരിങ്ങക്കായ തോരൻ. പക്ഷേ എനിക്കറിയില്ല ഞാൻ ഇതെങ്ങനെ തോരൻ വെക്കണം എന്നറിയില്ലായിരുന്നു. അങ്ങനെ മാഷാണ് എനിക്ക് അതിൻ്റെ ആ ഒരു മാംസമൊക്കെ അതിനകത്തുനിന്ന് എടുത്ത് തന്നിട്ട്, പിന്നെ ഇതിനകത്ത് വേറെ എന്തൊക്കെയോ ചേർക്കും തോന്നുന്നു. ഞാനാകെ കുറച്ച് ഉള്ളി വറവിട്ടു, പിന്നെ കടുകും പൊട്ടിച്ചു, പച്ചമുളകും ഇട്ടു, അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തോരനൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് മാഷ് ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി അനുകരിച്ച് നോക്കിയതാണ്. എവിടെയൊക്കെയോ ഒരു പാളിച്ചകൾ ഉണ്ട്, പക്ഷേ അത് മാഷ് കഴിച്ച് അങ്ങോട്ട് ആ പാളിച്ചകൾ മറക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൾ കുറ്റം പറയും എന്തായാലും, കാരണം അവരുണ്ടാക്കുന്ന പോലെയൊന്നും ആയിട്ടില്ല, എനിക്ക് അങ്ങനെ ഉണ്ടാക്കാനും അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, എന്നെക്കൊണ്ട് അവർ ചെയ്തു വെച്ചിട്ടുള്ള അതുപോലെ ഞാനൊന്ന് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. എത്രത്തോളം റീക്രിയേഷൻ റെഡി ആയിട്ടുണ്ടെന്നുള്ളതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആൾ ജീവനോടുണ്ടെങ്കിൽ അറിയാം കേട്ടോ. പിന്നെ നമ്മൾ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി അവർ ചെയ്ത പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് എത്രമാത്രം നമ്മുടെ കറിയിൽ റെഡിയായി വന്നിട്ടുണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ചിക്കൻ അവിടെ ഇരുന്ന് വേവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മീൻ വെട്ടി തന്നപ്പോൾ ഞാൻ പിന്നെ അതിനകത്തോട്ട് അരപ്പൊക്കെ ചേർത്തിട്ട്, അരപ്പ് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഒക്കെ കൂടെ ചേർത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇന്ന് എടുക്കുന്നില്ല, ഞാനതെടുത്തിട്ട് ഫ്രീസറിൽ കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്ന് ചിക്കനും മീനൊക്കെ കൂടെ മാഷി ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് ഫ്രീസറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സൗകര്യം പോലെ എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് കരുതി. അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജിനകത്ത് മിഠായി കണ്ടപ്പോൾ ഞാനത് ഒരെണ്ണം എടുത്ത് കഴിച്ചതാട്ടെ. വലിയ ഇതില്ല, കണ്ടപ്പോൾ ഒരു ഇഷ്ടം കൊണ്ട് കഴിച്ചെന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി ഇതാ നല്ല തിളച്ച് വേവ് എനിക്കറിയില്ല കേട്ടോ. അതിന് പിന്നെ മാഷിനെ വിളിച്ചിട്ട് വേവ് എങ്ങനെയുണ്ട് ഒന്ന് നോക്കുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം, ഒന്ന് കിടന്നാൽ മതി എന്ന് തോന്നുന്ന ക്ഷീണമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട്